കടുത്ത നിയന്ത്രണങ്ങളോടെയാകും ഇത്തവണ ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുക. അനിയന്ത്രിതമായി ആളുകൾ കാർണിവലിനെത്തുന്നത് നിയന്ത്രിക്കുമെന്ന് കൊച്ചി കോർപ്പറേഷനും പോലീസും അറിയിച്ചു. കളമശ്ശേരി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കനത്ത നിയന്ത്രണങ്ങൾ. പാപ്പാഞ്ഞിയെ കത്തിക്കുക കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാകും. മറ്റിടങ്ങളിൽ അനുവദിക്കില്ലെന്ന് RDO വ്യക്തമാക്കി. പോലീസ് സംവിധാനം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. പരേഡ് ഗ്രൗണ്ടിന് 2 കിലോമീറ്റർ അപ്പുറം 23 ഇടങ്ങളിലാണ് വാഹന പാർക്കിംഗ് അനുവദിക്കുക. ഒരുപാട് ആൾക്കാർ ആ ഏരിയയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് എത്തിപ്പെടുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ: ക്രൗഡ് കൺട്രോൾ, അതായത് ഓരോ സെഗ്മെന്റിലും ആൾക്കാർ നിറയുന്നതോടുകൂടെ ആ സെഗ്മെന്റിന്റെ ആക്സസ് കഴിഞ്ഞ് പിന്നെ അടുത്ത സെഗ്മെന്റിലേക്ക് ആൾക്കാരെ വിടുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഇനി നമുക്ക് ഒരാളെ പോലും നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ബാരിക്കേഡ് ചെയ്തിട്ട് ആ മൊത്തം ഏരിയയിലേക്കുള്ള ആക്സസ് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇക്കൊല്ലത്തെ തീരുമാനം. 10 ACPമാരുടെയും 25 CIമാരുടെയും നേതൃത്വത്തിൽ 1000 പോലീസുകാരെയാകും ഫോർട്ട് കൊച്ചിയിൽ വിന്യസിക്കുക. അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസ് കടന്നുപോകാൻ പ്രത്യേക വഴി സജ്ജമാക്കും. ഫോർട്ട് കൊച്ചിയിലേക്ക് വൈകിട്ട് 6 മണി വരെ ബസ് സർവീസ് അനുവദിക്കും. 7 മണി വരെ ജങ്കാർ സർവീസും ഉണ്ടാകും. പുലർച്ചെ പുതുവത്സര ആഘോഷ പരിപാടികൾ കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിക്ക് പുറത്തേക്ക് പോകാൻ KSRTC പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തും. വിദേശികൾക്കായും സ്ത്രീകൾക്കായും പ്രത്യേക സ്ഥലം ഒരുക്കാനും സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ഒരൊറ്റ പ്രാവശ്യം ഈ 12 മണി കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാരെ എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുറച്ച് പല തവണയായിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളെ, പിന്നെ അതുപോലെ തന്നെ തീരപ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പല തവണകളായിട്ടാണ് നമ്മൾ വിടുന്നത്. 100ലധികം ക്യാമറ നമ്മൾ ഈ 2 ഗ്രൗണ്ടിലും റോഡുകളിലായിട്ട് 100ലധികം ക്യാമറ വെച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്കും ഹോം സ്റ്റേകളിൽ താമസിക്കുന്നവർക്കും തിരിച്ചറിയൽ കാർഡ് കാണിച്ച് ആഘോഷത്തിൽ പങ്കുചേരാം. റിപ്പോർട്ടർ, കൊച്ചി.